പരമ്പര ക്ഷേത്രത്തിൽ ഒരു പണ്ട് പുരാ വർഷം കൊണ്ട് അച്ഛന് ഈ സ്ഥാനത്ത് വരുന്നതാണ്, കുറച്ച് അമ്പലത്തിൽ വരുന്നതാണ്. അങ്ങനെ ഇവിടെ വന്ന് അച്ഛൻ 25 വർഷം കൊണ്ട് ഇവിടെ ഈ വായന രാവിലെ മുതൽ വൈകുന്നേരം വരെ ഗണപതിക്ക് വെച്ച് ഭാഗവത പാരായണം ചെയ്ത് വൈകിട്ട് പടുക്ക് വെച്ച് ഭജന കഴിഞ്ഞ് 8, 9 മണിയാകുമ്പോൾ ഭജന തീരും. അതുവരെ ഭജനം ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുചേർന്ന് പോയിക്കൊണ്ടിരുന്നത്. അച്ഛനാണ് രൂപീകരിച്ചത്. ഇപ്പം അച്ഛൻ വയസ്സായ കാരണം അച്ഛൻ ഇപ്പോഴും വരുന്നുണ്ട്. അച്ഛന് വയ്യ, എന്നാലും പരബ്രഹ്മത്തിൻ്റെ അച്ഛൻ ഒരുപാട് പ്രശ്നമുള്ള ആളാണ്, ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ്. അച്ഛൻ ഇപ്പോഴും പ്രശ്നം വന്നിട്ട് അച്ഛൻ ഹോസ്പിറ്റലിൽ പോയിട്ട് പോലും അച്ഛനവിടെ ഭയങ്കര ICU കിടന്നിട്ട് പോലും അച്ഛൻ ഈ സമയത്ത് തിരിച്ചു വരാനുള്ള ഒരു ആത്മാവ് ഇവിടെ വരണമെന്ന് തോന്നി. അച്ഛനിവിടെ 12 ദിവസവും അച്ഛൻ വീട്ടിൽ പോകാതെ ഈ വയസ്സിനെ അച്ഛൻ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഈ വല്യച്ഛൻ്റെ മുന്നിൽ ഭജന പാടി ഞങ്ങൾ
കഴിഞ്ഞ കൊല്ലം പോലെ ആഗ്രഹമുള്ള അച്ഛന് ഞങ്ങൾ ചെറുപ്പക്കാരായി ഞങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു ഇത് ഞങ്ങളെ ഏൽപ്പിച്ചത്. ഈ അച്ഛന് ഇപ്പോഴും അതിനുള്ള ആവതുണ്ട്. പക്ഷേ അച്ഛൻ പറയുന്ന അച്ഛന് വയ്യ, എണ്ണിക്കാനും നിൽക്കാനും വയ്യ. എന്നാൽ അച്ഛൻ നല്ല മനസ്സാണ് ഇത് മുടങ്ങി പോകരുതെന്നുള്ള അച്ഛൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അത് എൻ്റെ സ്ഥലം കണ്ണൂരാണ്. കണ്ണൂർ കൂത്തുപറമ്പ് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് എല്ലാ വർഷവും മുടങ്ങാതെ 12 ദിവസം, അത് എവിടെയൊക്കെ ആണെങ്കിലും എല്ലാ വർഷവും 12 ദിവസം നമ്മളിവിടെ വരും. അച്ഛൻ്റെ ഒക്കെ ഇതുകൊണ്ട് ഇങ്ങനെ വരുന്നത് നാമം ചൊല്ലുന്നു പോകുന്നു. ഞങ്ങളാരും ഇവിടെയുള്ള ആൾക്കാരില്ല. എൻ്റെ ഇവിടുന്ന് ഒരു 30 കിലോ സരിപ്പാടെന്ന് പറയും. അവിടെ അടുത്ത് ഇവിടെ നിന്ന് 5 കിലോമീറ്റർ. അച്ഛൻ്റെ അനുയായിട്ട് ഞങ്ങൾ ഇരുന്ന് അച്ഛനുമായി അച്ഛനെ ഞങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തുകയാണ്. അതുകൊണ്ട് ഈ കൊല്ലം അച്ഛനെ ഞങ്ങൾ പൊന്നാടായിട്ട് സ്വീകരിക്കുകയാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.